അതെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലാൻഡ് സ്ലൈഡിംഗ് അഥവാ മണ്ണിടിച്ചിൽ. എല്ലാവർക്കും ഫിറ്റ് ഫണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ചെരുവിൽ പാറ, മണ്ണ്, അവശിഷ്ടങ്ങൾ എന്നിവയുടെ താഴേക്ക് ചലനമുണ്ടാകുമ്പോൾ മണ്ണിടിച്ചിലുകൾ, ലാൻഡ് സ്ലിപ്പ് അല്ലെങ്കിൽ ചെരിവ് പരാജയങ്ങൾ ഉണ്ടാകുന്നു. നമുക്കിതിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. കനത്ത മഴ. തീവ്രമോ നീണ്ടതോ ആയ മഴ മണ്ണിനെ പൂരിതമാക്കുകയും അതിൻ്റെ സ്ഥിരത കുറയ്ക്കുകയും ചെയ്യും. രണ്ടാമത്തേതാണ് ഭൂകമ്പം. ഭൂകമ്പത്തിൽ നിന്നുള്ള കുലുക്കം മണ്ണും പാറയും നീക്കം ചെയ്യുന്നു. അടുത്തതാണ് അഗ്നിപർവ്വത പ്രവർത്തനം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ലാവാ പ്രവാഹങ്ങളിലൂടെയോ ചാരം അടിഞ്ഞുകൂടുന്നതിലൂടെയോ മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. അടുത്തതാണ് കാലാവസ്ഥയും മണ്ണൊലിപ്പും. പ്രകൃതിദത്തമായ കാലാവസ്ഥാ പ്രക്രിയകൾ പാറകളെയും മണ്ണിനെയും ദുർബലപ്പെടുത്തും. ചെരിവുകൾ സ്ലൈഡിങ്ങിന് കൂടുതൽ സാധ്യതയുള്ളതാകുന്നു. അടുത്തതാണ് മനുഷ്യപ്രവർത്തനങ്ങൾ. നിർമ്മാണവും ഖനനവുമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. റോഡുകളോ വീടുകളോ മറ്റു ഘടനകളോ നിർമ്മിക്കുന്നത് ചെരിവുകളെ അസ്ഥിരപ്പെടുത്തും. അടുത്തതാണ് ഇതിൽ തന്നെയുള്ള ഖനനം. ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നത് ചെരിവുകളുടെ സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നു. അടുത്തതാണ് വനനശീകരണം. മണ്ണിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന വേരുകൾ നീക്കം ചെയ്യപ്പെടുന്നതിനാൽ സസ്യങ്ങൾ നീക്കം ചെയ്യുന്നത് മണ്ണിൻ്റെ സ്ഥിരത കുറയ്ക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതിലൂടെ ഇതിനുള്ള കാരണം വല്ലാതെ കൂടുന്നു. അടുത്തതാണ് ജലപരിപാലനം. അപര്യാപ്തമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ പോലെയുള്ള ജലസ്രോതസ്സുകളുടെ അനുചിതമായ പരിപാലനം ജലനശീകരണത്തിനും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനും കാരണമാകുന്നു.